നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച കളി രണ്ടും പരാജയപ്പെട്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കാറ്റല അത്രയധികം വറീഡല്ല. തൻ്റെ കുട്ടികൾ മുംബൈ സിറ്റി FC-ക്കെതിരെ മോശമല്ലാതെ പോരാടി എന്ന വിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹമുള്ളത്. ടീം ഇനിയും ഇമ്പ്രൂവ് ചെയ്യും എന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. അതേസമയം നമ്മൾ കണ്ടല്ലോ, കളിക്ക് മുമ്പുണ്ടായിട്ടുള്ള കുറേ ഓഫ് ഫീൽഡ് ഡ്രാമകളും കാര്യങ്ങളും ഒക്കെ. കളി നടക്കുമോ എന്ന് തന്നെ അറിയാത്ത അനിശ്ചിതത്വങ്ങൾ, ലീഗ് നടക്കുമോ എന്ന് തന്നെ ഉറപ്പില്ലാത്ത ഘട്ടങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും കളിക്കാരുടെ ഫോക്കസിനെ ബാധിക്കുന്നതാണ്. എന്നാൽ കോച്ച് പറയുന്നു, ഞാൻ താരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മറ്റെല്ലാം മറന്നേക്കുക, നിങ്ങൾ കളിയിൽ ഫോക്കസ് ചെയ്യുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? അത് ഫുട്ബോളാണ്. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കോച്ച് ഡേവിഡ് കാറ്റല ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ദി ഹിന്ദുവിൻ്റെ സ്പോർട്സ് വിഭാഗത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ കളിക്കാരോട് പറഞ്ഞിട്ടുള്ളത് മറ്റെല്ലാം മറക്കുക. ഐ ആസ്ക്ഡ് ദം ജസ്റ്റ് ടു ഫോർഗെറ്റ് എവറിത്തിങ് എൽസ് ആൻഡ് ഫോക്കസ് ഓൺ ദി ഗെയിം. കളിയിൽ ഫോക്കസ് ചെയ്യുക. ഞാൻ അവരോട് പറഞ്ഞത്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? അത് ശ്രദ്ധിക്കുക, അത് ഫുട്ബോളാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് മാസങ്ങളോളമുള്ള അനിശ്ചിതത്വത്തിന് ശേഷമാണ്. പ്ലെയേഴ്സിന് അറിയില്ല ലീഗ് നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിലും തോറ്റു, ഏകപക്ഷീയമായൊരു ഗോളിന് മുംബൈ സിറ്റിയോട് തോറ്റില്ലേ. പക്ഷെ അതിൽ അദ്ദേഹം വലിയ രൂപത്തിൽ നിരാശനൊന്നുമല്ല. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുകയാണ്, വി ആർ ഇമ്പ്രൂവിങ്, ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ ചെയ്യേണ്ടതുണ്ട്, എസ്പെഷ്യലി ഡിഫൻസിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ടാലൻറ്റുകളിൽ ഞാൻ ഹാപ്പിയാണ്. അത് ഫോറിൻ പ്ലേയേഴ്സ് ആണെങ്കിലും ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെങ്കിലും എനിക്ക് ലഭിച്ചിരിക്കുന്ന ടാലൻറ്റിൽ ഞാൻ ഹാപ്പിയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം ISL-ലും അതുപോലെ തന്നെ സൂപ്പർ ലീഗ് കേരളയുമൊക്കെ വളരെ നല്ല നിലവാരമുള്ള കളികളാണ് എന്നൂടെ അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ സൂപ്പർ ലീഗ് കേരളയിലെ മത്സരങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ക്വാളിറ്റി ഓഫ് ഫുട്ബോളിൽ ഞാൻ വളരെ ഇംപ്രസ്ഡ് ആണ്. ഇപ്പോൾ യങ് പ്ലെയേഴ്സ് മുഹമ്മദ് അജിസൽ, എബിൻ ദാസ്, ഇപ്പോൾ രണ്ടുപേരും ഞങ്ങളോടൊപ്പം ബ്ലാസ്റ്റേഴ്സിലുണ്ട്. ISL-ൻ്റെ സ്റ്റാൻഡേർഡും വളരെ മികച്ചതാണ്. ഞാൻ ഈ ലീഗ് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഏതായാലും അദ്ദേഹം ഒട്ടും വറീഡല്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അദ്ദേഹം വറീഡല്ല. ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലും വിദേശ താരങ്ങളുടെ കാര്യത്തിലൊക്കെ ഹാപ്പിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും എന്നും അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.